ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ് എടുക്കാനുള്ളതല്ലേ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഇനി പാർലമെന്റിനെ കുറിച്ച്, പാർലമെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ മോഡൽ ഓഫ് പാർലമെന്റിന്റെ മോഡലിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒന്നാണ് അല്ലേ. പക്ഷെ ബ്രിട്ടൻ പാർലമെന്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രാജാവ്, മൊണാർക്കിയൽ റൂൾ ഉള്ളതുകൊണ്ട് തന്നെ രാജാവാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രസിഡന്റ് എന്ന രീതിയിലേക്കാണ് അത് വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മോഡലിനെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മൾ വന്നത്. ഇനി ആർട്ടിക്കിൾ 79 മുതൽക്ക് ആർട്ടിക്കിൾ 122 വരെ, ആർട്ടിക്കിൾ 79 ടു ആർട്ടിക്കിൾ 122 വരെയുള്ളത് ഈ ഇന്ത്യൻ പാർലമെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. പാർട്ട് 5 ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. പാർട്ട് 5 ആർട്ടിക്കിൾസ് 19 ടു 122 122 വരെ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ആർട്ടിക്കിൾ 79 പറയുന്നത് യൂണിയൻ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത് 2 ഹൗസസ് ഉണ്ട്, രാജ്യസഭ ആൻഡ് ലോകസഭ. ആർട്ടിക്കിൾ 79 പറയുന്നത് യൂണിയൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് പ്രസിഡന്റ്, ലോകസഭ ആൻഡ് രാജ്യസഭ. പ്രസിഡന്റ് നമുക്കറിയാം, 2 ഹൗസസ് എന്ന് പറയുമ്പോൾ രാജ്യസഭ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്, ലോകസഭ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതടങ്ങിയതാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു പ്രധാന ഭാഗമാണ്, ഇന്റഗ്രൽ പാർട്ട് ആണെങ്കിലും പ്രസിഡന്റ് ബോത്ത് ഹൗസസിന്റെയും അംഗമല്ല. അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി ലോകസഭയുടെ അംഗമല്ല, രാജ്യസഭയിലും അംഗമല്ല. അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പൊ അതാണ് നമ്മുടെ പാർലമെന്റിന്റെ ഒരു സ്ട്രക്ചർ. ആർട്ടിക്കിൾ 79 പ്രകാരം ഇത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 ഹൗസസിനെ കുറിച്ച് പറഞ്ഞല്ലേ. അതിൽ ആദ്യത്തെ ഹൗസ് ലോകസഭയെ കുറിച്ച് പറയാം. ലോകസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ ഹൗസ് ആയിട്ടാണ് ലോകസഭയെ പറയുന്നത്. സിമ്പിളി എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയാൻ കാരണം. നമ്മൾ നേരിട്ടിട്ട് വോട്ട് ചെയ്ത് വോട്ടിംഗ് സിസ്റ്റത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭൂരിപക്ഷം കിട്ടി ജയിക്കുന്ന വ്യക്തിയാണ് ലോകസഭയിൽ ഉണ്ടായിരിക്കുക അല്ലെ. അതുകൊണ്ടാണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ലോകസഭയില് മൊത്തം സ്റ്റേറ്റുകളെയും യൂണിയൻ ടെറിട്ടറീസിനെയും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് 552 അംഗങ്ങളാണുള്ളത്. 552 അംഗങ്ങളാണ് ഉള്ളത്. 552 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ 20 അംഗങ്ങൾ വിവിധങ്ങളായിട്ടുള്ള യൂണിയൻ ടെറിട്ടറീസിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വരുന്നത്. 530 അംഗങ്ങൾ നമ്മുടെ സ്റ്റേറ്റുകളെ, 20 അംഗങ്ങൾ യൂണിയൻ ടെറിട്ടറീസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിനോടൊപ്പം ബാക്കിയുള്ള 2 അംഗങ്ങളെ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ നോമിനേറ്റ് ചെയ്തിട്ടും വരുന്നു. നോമിനേറ്റ് ചെയ്തിട്ട് ബാക്കി 2 പേര്. അപ്പൊ ഇങ്ങനെയാണ് ലോകസഭയിലെ അംഗങ്ങളുടെ കമ്പോസിഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവരെ കൊണ്ടുവരുന്നത്. ഇനി ലോകസഭയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 വർഷമാണ്. 5 വർഷം കഴിയുമ്പോൾ ലോകസഭ പിരിച്ചുവിടുകയാണ് ചെയ്യുക. ലോകസഭ പിരിച്ചുവിട്ടിട്ട് വീണ്ടും ഇലക്ഷൻ നടത്തിയിട്ട് അടുത്ത ഒരു ന്യൂ മെമ്പേഴ്സിനെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ 5 വർഷം കഴിയുന്തോറും ലോകസഭ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഇനി 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി എന്ന് പറയുമ്പോൾ ചില അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ, അങ്ങനത്തെ ഘട്ടത്തിലാണെങ്കിൽ അപ്പോൾ ലോകസഭ ആ ഒരു അടിയന്തരാവസ്ഥ കാലം കഴിയുന്നത് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ 6 മാസത്തോളമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലോകസഭയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകും. അപ്പൊ അങ്ങനത്തെ അടിയന്തരാവസ്ഥ കാലങ്ങൾ, അടിയന്തരമായിട്ട് നടക്കുന്ന സംഭവങ്ങളിൽ ഇത്തരം ഒരു എക്സ്റ്റൻഷനും സാധ്യമാണ്. ഇനി ലോകസഭയിലെ അംഗങ്ങൾക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ക്വാളിഫിക്കേഷൻസ് എന്ന് നോക്കാം. ആ ക്വാളിഫിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ 84 ആണ്. ആർട്ടിക്കിൾ 84 ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ലോകസഭയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ലോകസഭയിലെ അംഗങ്ങളുടെ യോഗ്യത? ദ പേഴ്സൺ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഏറ്റവും പ്രയർ ആയിട്ട് പറയുന്നത് അത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ദ ഇൻഡിവിജ്വൽ മസ്റ്റ് ഹാവ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 25 ഇയേഴ്സ്. 25 വയസ്സ് പൂർത്തീകരിച്ച ഒരു വ്യക്തിയായിരിക്കണം. മൂന്നാമത്തത് ദ പേഴ്സൺ മസ്റ്റ് ഓൾസോ മീറ്റ് എനി അതർ ക്വാളിഫിക്കേഷൻസ് ദാറ്റ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ എ ലോ ഇനാക്റ്റഡ് ബൈ പാർലമെന്റ്. പാർലമെന്റ് പറയുന്ന നിയമപ്രകാരമുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇതിലേക്ക് വരേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
ഇതിലെ മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അടുത്തതായിട്ട് 25 വയസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കണം, മൂന്നാമത്തേതായിട്ട് പാർലമെന്റിന്റെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള യോഗ്യതകൾ ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അടുത്തത് ലോകസഭയുടെ ഓഫീസിന്റെ വർക്ക് നോക്കാം അല്ലെ. ലോകസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് ഓഫ് പാർലമെന്റിലെ ഒരു ഹൗസ് ആണെന്ന് പറഞ്ഞു. അതിനൊരു പ്രിസൈഡിങ് ഓഫീസറും ഉണ്ടായിരിക്കും, ഒരു ഓഫീസ് സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. പ്രിസൈഡിങ് ഓഫീസറായിട്ട് ആരാണ് വർക്ക് ചെയ്യുന്നത്? സ്പീക്കർ. പ്രിസൈഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യക്ഷ വഹിക്കുന്ന ആള് സ്പീക്കറാണ്. അപ്പൊ ലോകസഭയുടെ അധ്യക്ഷനായിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ്? സ്പീക്കറാണ്. ആർട്ടിക്കിൾ 93 പ്രകാരമാണ് സ്പീക്കറിന്റെ റോള് ഡിഫൈൻ ചെയ്തത്. ആർട്ടിക്കിൾ 93 ഡിഫൈൻസ് ദ റോൾ ഓഫ് സ്പീക്കർ ഇൻ ലോകസഭ. ലോകസഭയിൽ സ്പീക്കറിന്റെ റോൾ പറയുന്നുണ്ട്. സ്പീക്കർ മാത്രമല്ല, ഡെപ്യൂട്ടി സ്പീക്കറിന്റെ റോളും അവിടെ പറയുന്നുണ്ട്. അപ്പം സ്പീക്കർ എന്ന് പറഞ്ഞ ആൾ എങ്ങനെയായിരിക്കണം? ആ ലോകസഭയിലെ തന്നെ ഒരു അംഗമായിരിക്കണം. സ്പീക്കർ ആയാലും ഡെപ്യൂട്ടി സ്പീക്കർ ആയാലും ലോകസഭയിലെ അംഗമായിരിക്കണം എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലോകസഭയിൽ ജനങ്ങൾ ഇലക്ട് ചെയ്ത് ലോകസഭയിലേക്ക് എത്തിച്ച ആളുകളിൽ നിന്ന് തന്നെയാണ് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ഇലക്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ സ്പീക്കർക്ക് ചില പ്രത്യേക അവസരങ്ങളിൽ ഓഫീസ് വെക്കേറ്റ് ചെയ്യേണ്ടി വരും. അത് അതിൻ്റെ ഒരു സമയം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സെസേഷൻ ഓഫ് ലോകസഭ മെമ്പർഷിപ്പ്. സെസേഷൻ ഓഫ് ലോകസഭ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്പീക്കർ ആയിരിക്കുന്ന വ്യക്തി ലോകസഭ അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ലോകസഭയിൽ അംഗമായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്പീക്കർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ അയാൾക്ക് ലോകസഭയിലെ അംഗത്വം നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾ ആ സ്പീക്കർ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടും. ദെൻ വോളണ്ടറി റെസിഗ്നേഷൻ, അതായത് സ്വയം റിസൈൻ ചെയ്യാണ്. സ്പീക്കർ ആ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാനുള്ള അധികാരം, രാജിവെച്ച് പുറത്തു പോകാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ദെൻ അടുത്തൊരു സ്റ്റേജ് റിമൂവൽ ഓഫ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നുകൊണ്ട് പുറത്താക്കുക എന്നാ പറയുന്നത്. അതായത് ആ ഒരു സ്പീക്കർ ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ലോകസഭയിലെ ഏതെങ്കിലും മെമ്പേഴ്സ് എന്ത് കൊണ്ടുവരികയാണ്? ഒരു റെസൊല്യൂഷൻ എന്താ മലയാളം പറയാ, ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു സജഷൻ കൊണ്ടുവരികയാണ്. ഒരു സജഷൻ കൊണ്ടുവരികയാണ്. അതിൻ്റെ മീതെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു വോട്ടെടുപ്പ് എല്ലാം നടത്തിക്കൊണ്ട് മെജോറിറ്റി വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ സ്പീക്കറിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ സാധിക്കും. അപ്പൊ അതിന് പ്രത്യേക ഒരു റിസൊല്യൂഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് സ്പീക്കറിനെ പുറത്താക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലാണ് റിമൂവൽ ഓഫ് റെസൊല്യൂഷനിലൂടെ പുറത്താക്കാൻ സാധിക്കും. ഈ റിമൂവൽ ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സഭ ചേരുന്നതിന്റെ 14 ദിവസം മുൻപെങ്കിലും അവിടെ അറിയിച്ചിരിക്കണം. എന്നിട്ടാണ് വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ ഇത്തരത്തിൽ 3 രീതിയിലാണ് സ്പീക്കറുടെ പോസ്റ്റിൽ നിന്ന് സ്പീക്കറെ റിമൂവ് ചെയ്യുന്നത്. ഇനി ലോകസഭയിലെ സ്പീക്കറിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. സ്പീക്കറിന്റെ പവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ ഹെഡ് ഓഫ് ദി ലോകസഭ. അദ്ദേഹമാണ് ആ ലോകസഭയുടെ ഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് പേഴ്സൺ ആണ് ലോകസഭയുടെ ഹെഡ് എന്ന് പറയുന്നത്. സ്പീക്കർ അവസാനമായി പറയുന്ന വാക്ക്, സ്പീക്കറുടെ വാക്കുകൾ അന്തിമമായിരിക്കും, ഡിസിഷൻ അന്തിമമായിരിക്കും. അത് തന്നെ അതെല്ലാവരും അനുസരിക്കുക എന്നുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ടാണ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നത്. സ്പീക്കേഴ്സ് ഡിസിഷൻ ഹോൾഡ് അൾട്ടിമേറ്റ് അതോറിറ്റി. ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ സ്പീക്കർ ഫൈനലായിട്ട് ചർച്ച നിർത്തണം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തണം. അതാണ് ആ സഭയുടെ ചട്ടം എന്ന് പറയുന്നത്. അത്തരത്തിൽ സ്പീക്കറിന് ആ സഭ പ്രിസൈഡ് ചെയ്യാനുള്ള അധികാരം നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില പ്രൊസീഡിങ്സ് അത് വേണ്ടാന്ന് വെക്കാനും ചിലത് ഇൻക്ലൂഡ് ചെയ്യാനും സഭ കൂട്ടിച്ചേർക്കാനും വിളിച്ചു ചേർക്കാനുള്ള അവകാശമൊക്കെ സ്പീക്കർക്കാണ് ഉള്ളത്. ദെൻ അദ്ദേഹത്തിന് ഇല്ലാത്തൊരു അധികാരം എന്ന് പറഞ്ഞാല് ആ ഹൗസിൽ നടക്കുന്ന ഒരു കാര്യത്തിന്റെ മീതെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം സ്പീക്കർക്കില്ല. ആസ് നോ റൈറ്റ് ടു വോട്ട് ഇൻ ദി ഹൗസ്. ആ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അഭിപ്രായങ്ങൾ വരുമ്പോൾ അഭിപ്രായത്തിൽ വോട്ടെടുപ്പ് നടത്താനുള്ള അവകാശം സ്പീക്കർക്ക് ഉണ്ടാവില്ല. ദെൻ ഇനി മണി ബില്ലിനെ സംബന്ധിച്ചൊക്കെ സ്പീക്കർക്ക് അന്തിമമായിട്ടുള്ള പവർ ഉണ്ട്. ഒരു മണി ബില്ലായിട്ട് ക്വാളിഫൈ ചെയ്യണോ എന്ന് ഫൈനലായിട്ട് തീരുമാനമെടുക്കുക സ്പീക്കറാണ്. അദ്ദേഹത്തിന്റെ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും, അന്തിമമായിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ലോകസഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് സ്പീക്കറിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സ്പീക്കറിന്റെ പവർ എന്ന് പറയുന്നത്. ഇനി
മറ്റൊരു ടേമാണ് സ്പീക്കർ പ്രോട്ടം. എന്താണ് സ്പീക്കർ പ്രോട്ടം? എന്താണ് സ്പീക്കർ പ്രോട്ടം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ലോകസഭയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 വർഷമാണെന്ന് പറഞ്ഞു അല്ലെ. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സഭ പിരിച്ചു വിടേണ്ടി വരും. അടുത്തൊരു ഇലക്ഷൻ നടന്ന് പുതിയൊരു സഭ നമ്മൾ കൊണ്ടുവരും, പുതിയ അംഗങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു സഭ കഴിഞ്ഞ് ആ ഒരു സഭ പിരിച്ചു വിട്ടിട്ട് അടുത്തൊരു സഭ കയറുന്ന സമയത്ത്, അതായത് ന്യൂലി ഇലക്റ്റഡ് ഹൗസ്, അതായത് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സഭയിൽ വരുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഒരാളെ സ്പീക്കറായിട്ട് വെക്കും. ആ ഒരു പദവിയെയാണ് സ്പീക്കർ പ്രോട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യമായിട്ടൊരു ഇലക്ഷന് ശേഷം ആദ്യമായിട്ടൊരു സഭ ചേരുന്ന സമയത്ത് ആ സഭയുടെ അധ്യക്ഷനായിട്ട് വെക്കുന്ന ആളെയാണ് സ്പീക്കർ പ്രോട്ടം എന്ന് പറയുന്നത്. അത് അധികവും ആ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു അംഗമായിരിക്കും. ഒരു ഏറ്റവും മുതിർന്ന ഒരു അംഗത്തിന്, ഒരു സീനിയർ മെമ്പറിനെ ആയിരിക്കും അത്തരത്തിലൊരു പ്രായം കൂടിയ നല്ലൊരു സീനിയർ മെമ്പറിനെ ആയിരിക്കും അത്തരത്തിലൊരു സ്പീക്കർ പ്രോട്ടമായിട്ട് നിയോഗിക്കുക. പിന്നെ ആ ഒരു പുതിയൊരു സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്ന അവസരം വരെ മാത്രമേ ആ സ്പീക്കർ പ്രോട്ടം എന്നുള്ള സ്ഥാനമുള്ളൂ. പുതിയ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണ രീതിയിലേക്കുള്ള ലോക്സഭ പ്രൊസസ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ സ്പീക്കർ പ്രോട്ടം ഒരു താൽക്കാലികമായിട്ടുള്ള സ്പീക്കറാണ്. അപ്പൊ ഇത്രയുമാണ് ലോകസഭയുടെ സ്പീക്കറിന്റെ സ്പീക്കർ പ്രോട്ടം, അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞു. ദെൻ അടുത്തൊരു സഭയാണ് രാജ്യസഭ. രാജ്യസഭ എന്ന് പറഞ്ഞാല് സ്റ്റേറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് അതെന്ന് പറയുന്നത്. ഇതിൽ 250 മെമ്പേഴ്സ്, 250 മെമ്പേഴ്സ് ആണ് രാജ്യസഭയിലുള്ളത്. 250 മെമ്പേഴ്സിൽ 12 മെമ്പേഴ്സ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ്. 12 മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് എവിടെ നിന്നാണ് നോമിനേറ്റ് ചെയ്യുന്നത്? സ്പോർട്സ്, ആർട്സ്, ലിറ്ററേച്ചർ, സയൻസ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക, ശാസ്ത്ര, കായിക, കലാ മേഖലകളിൽ നിന്ന് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നവരാണ് രാജ്യസഭയിലെ 12 അംഗങ്ങൾ. ബാക്കിയുള്ളവരെ ഓരോ സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുത്ത് അയക്കുന്നത്. രാജ്യസഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നേരിട്ടിട്ടല്ല ഇലക്ഷൻ നടത്തുന്നത്. പകരം നമ്മൾ ഇലക്ട് ചെയ്ത് ജയിപ്പിച്ച സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ, അത്തരത്തിലുള്ള ആളുകൾ തെരഞ്ഞെടുത്ത് അയക്കുന്നവരാണ് രാജ്യസഭയിലെ അംഗങ്ങൾ. അപ്പം നോട്ട് ഡയറക്ട്ലി ബൈ ദി പീപ്പിൾ, നമ്മൾ തന്നെ നേരിട്ട് പോയിട്ട്, ഇപ്പൊ നമ്മൾ ഒരു ഇലക്ഷന് പോകാന്ന് പറഞ്ഞല്ലേ, നമ്മൾ പോയിട്ട് നമ്മുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് നമ്മൾ ലോകസഭയ്ക്ക് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ രാജ്യസഭയിലത്തെ ഒരു അംഗത്തെ തിരഞ്ഞെടുക്കാൻ നമ്മൾ നേരിട്ട് പോയിട്ട് വോട്ട് രേഖപ്പെടുത്തില്ല. പകരം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികളുണ്ടല്ലോ സ്റ്റേറ്റില്, സംസ്ഥാന നിയമസഭയിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികളുണ്ട്. അവരാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുത്ത് അയക്കുന്ന അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരമായിട്ടുള്ള ബോഡിയാണ്, ഒരു പെർമനന്റ് ബോഡിയാണ്. ലോകസഭ 5 വർഷം കഴിയുമ്പോൾ പിരിച്ചുവിടുന്നു പറഞ്ഞു. രാജ്യസഭ അങ്ങനെ പിരിച്ചുവിടുക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. രാജ്യസഭ പിരിച്ചുവിടില്ല. ഓരോ 2 വർഷവും അതിലെ ആളുകൾ റിട്ടയർ ചെയ്ത് പോകുന്നുണ്ട്. എവറി 2 years അതിലൊരു വിഭാഗം ആളുകൾ റിട്ടയർ ചെയ്ത് പോകും. അതിനോട് പുറമെ ഒരു രാജ്യസഭ അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമായിരിക്കും. 6 വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് റിട്ടയർമെന്റ് നടന്ന് പുതിയ അംഗങ്ങൾ ആ സ്ഥാനത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും രാജ്യസഭ പിരിച്ചുവിടുന്ന ഒരു സംവിധാനം ഇല്ല. ലോകസഭയിലെ പോലെ പിരിച്ചുവിടില്ല രാജ്യസഭ. അതൊരു പെർമനന്റ് ചേംബർ ആണ്. മനസ്സിലായില്ല? അപ്പൊ അത്രയാണ് രാജ്യസഭയുടെ പ്രധാനമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി രാജ്യസഭയില് 238 റെപ്രസെന്റേറ്റീവ്സിന് 238 റെപ്രസെന്റേറ്റീവ്സിന് ഓരോ സ്റ്റേറ്റ് ആണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞല്ലേ. സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസും കൂടിയാണ് കൊണ്ടുവരുന്നത്. ഇതിനെ അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 80 എന്ന് പറയുന്നത്. രാജ്യസഭയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സും അവരുടെ പ്രവർത്തനങ്ങളും പറയുന്നതാണ് ആർട്ടിക്കിൾ 80 എന്ന് പറയുന്നത്. ഇനി ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് നടന്നിട്ടുള്ള 2 അമെൻമെന്റ്സ് ഉണ്ട്. ഒന്ന് 126ാമത് 126th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അത് വരുന്നത് 2019 ബിൽ ഓഫ് 2019 126th അമെൻമെന്റ്. അത് പ്രകാരം എന്താ പറയുക, ഒരു ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്ക് റിസർവർ സീറ്റ് ഉണ്ടായിരുന്നു രാജ്യസഭയിൽ. അത് എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ എടുത്തു കളയുന്നുണ്ട്. പിന്നീട് 2020 ആംഗ്ലോ ഇന്ത്യൻ റിസർവ്ഡ് സീറ്റ്സും എടുത്തു കളയുന്നുണ്ട്. അങ്ങനെ 2 അമെൻമെന്റുകൾ വരുന്നുണ്ട്. അപ്പം ഇതാണ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറഞ്ഞത്. രാജ്യസഭയുടെ ഡ്യൂറേഷൻ പറഞ്ഞു. ഇനി രാജ്യസഭയിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം.
ആദ്യം പറഞ്ഞത് ഇൻഡിവിജ്വൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ദ ഇൻഡിവിജ്വൽ മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അയാൾ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. അടുത്തത് the person must have attained the age of 35 years and above. 35 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം. 35 വയസ്സ് മുകളിലുള്ളവർക്ക് മാത്രമേ രാജ്യസഭ അംഗമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പോയിന്റ്, the candidate must fulfill any other qualifications that may be prescribed by law enacted by parliament. പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിനനുസൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു യോഗ്യത കരസ്ഥമാക്കിയ വ്യക്തിയായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷൻ തീരുമാനിക്കുക. ഒന്ന്, സിറ്റിസൺ ഇന്ത്യൻ പൗരനായിരിക്കണം. 2, 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. മൂന്നാമതായിട്ട് ഇന്ത്യൻ പാർലമെന്റ് അനുശാസിക്കുന്ന ഏതെങ്കിലും യോഗ്യതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി രാജ്യസഭയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, രാജ്യസഭയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ആയിരിക്കും ഉണ്ടായിരിക്കുക. ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും. ആരാണ് ചെയർമാനായിട്ട് വരുന്നത്? രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇവിടുത്തെ രാജ്യസഭയുടെ ചെയർമാൻ. അപ്പോൾ രാജ്യസഭയുടെ ചെയർമാനും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും ഒരാളായിരിക്കും. ഓക്കെ. ഇനി ഡെപ്യൂട്ടി ചെയർമാന് ആ സഭയിൽ നിന്നുള്ള ആളെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാനായിട്ട്. അപ്പം ഇതാണ് ചെയർമാന്റെയും ഡെപ്യൂട്ടി ചെയർമാന്റെയും പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി രാജ്യസഭയിലെ മെമ്പർഷിപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്യാം, ആളുകളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആർട്ടിക്കിൾ 102 പ്രകാരമാണ് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ അഥവാ പുറത്താക്കൽ നടപ്പിലാക്കുന്നത്. ആർട്ടിക്കിൾ 102 പ്രകാരം എന്തൊക്കെയായിരിക്കും പുറത്താക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നു. ഒന്നാമത്തെ കാരണം, ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രൊഫിറ്റ് അണ്ടർ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ എനി സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ മറ്റേതെങ്കിലും പോസ്റ്റിലേക്ക് ഇരിക്കുക, അങ്ങനെയുള്ള ഇരിക്കുകയാണെങ്കിൽ അവരെ രാജ്യസഭയിൽ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കും. ദെൻ ബീയിങ് ഡിക്ലെയർഡ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ബൈ എ കോമ്പറ്റന്റ് കോർട്ട്, കോടതി ഉത്തരവ് പ്രകാരം ആ വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാതെ ആവുക. ദെൻ മൂന്നാമത്തത്, നോൺ പൊസസിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ സിറ്റിസൺ അല്ലാതെ ആവുക. നാലാമതായിട്ട്, ബീയിങ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഇനാക്റ്റഡ് ബൈ പാർലമെന്റ്, പാർലമെന്റ് അനുശാസിക്കുന്ന രീതിയിലുള്ള നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ആവുക, വെച്ചാൽ ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാതാവുക. ഈ 4 ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മെമ്പർഷിപ്പിൽ നിന്ന്, രാജ്യസഭയുടെ മെമ്പർഷിപ്പിൽ നിന്ന് ആ അംഗം പുറത്തു പോകുന്നത് ആർട്ടിക്കിൾ 102 പ്രകാരം. അപ്പൊ ഇത്രയുമാണ് രാജ്യസഭ ആൻഡ് ലോകസഭ ജനറലി നമുക്ക് പറയാനുള്ളത്. 2 ഹൗസസ്, പാർലമെന്റിലെ 2 ഹൗസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് പാർലമെന്റിലെ വിവിധങ്ങളായിട്ടുള്ള സെഷൻസിനെ പറ്റി പറയാം. നമ്മൾ പാർലമെന്റ് കൂടുന്ന ആ ഒരു സംഭവം, അതാണ് സെഷൻസ് എന്ന് പറയുന്നത്. ഒരു പാർലമെന്റ് കൂടാൻ ഇപ്പോ 6 മാസം കാലാവധിയിൽ കൂടാൻ പാടില്ല. അപ്പൊ ഒരു പാർലമെന്റ് കൂടി, ഒരു സഭ കൂടി 6 മാസങ്ങളുടെ ഗ്യാപ്പ് മാത്രമേ കൂടിയെടുക്കാൻ പാടുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അടുത്ത സഭ കൂടിയിരിക്കണം. അപ്പൊ ആ ഇന്റർവെൽ ഓഫ് 6 മന്ത്സ് മാത്രമാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ സഭ കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ദെൻ അത് ആർട്ടിക്കിൾ 87 പ്രകാരം പ്രസിഡന്റിന്റെ റോള് ഈ ഇത്തരത്തിൽ സഭ കൂട്ടിച്ചേർക്കുന്നതിന് അല്ലെങ്കിൽ ജോയിന്റ് സെഷൻ വെക്കുന്നതിനൊക്കെ പ്രസിഡന്റിന്റെ റോള് പറയുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും കാരണവശാല് ലോകസഭയും രാജ്യസഭയും കൂടെ ഒരുമിച്ച് ചേരണമെങ്കിൽ അവിടെ പ്രസിഡന്റ് ഇടപെടണം. അത്തരത്തിലുള്ള റോള് ആർട്ടിക്കിൾ 87 പ്രകാരം പറയുന്നുണ്ട്. ഇനി ജനറലി പാർലമെന്റിന്റെ സെഷൻസ് നടക്കുക ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ, അങ്ങനെ 3 സെഷനുകളാണുള്ളത്. ബഡ്ജറ്റ് സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി മുതൽക്ക് മെയ് വരെ നടക്കുന്ന സെഷൻസിനെ ബഡ്ജറ്റ് സെഷൻ എന്ന് പറയാം. അടുത്തത് മൺസൂൺ സെഷൻ എന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽക്ക് ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ വരെ നടക്കുന്ന സെഷനാണ്. വിന്റർ സെഷൻ എന്ന് പറഞ്ഞാൽ നവംബർ ടു ഡിസംബർ സെഷനാണ് വിന്റർ സെഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് പാർലമെന്റിന്റെ കൂടിച്ചേരലുകൾ വരുന്നത്. ഇനി നമുക്ക് ജോയിന്റ് സിറ്റിംഗ് എന്താ നോക്കാം. പാർലമെന്റിലെ ഒരു കൂടിച്ചേരുന്ന രീതിയാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹൗസസും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വരുന്നതിന് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 108 പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്തരത്തിൽ ജോയിന്റ് സെഷൻ അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് 2 ഹൗസസും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തീരുമാനം എടുക്കാനിരിക്കുക. ഇതിന് ചില പ്രത്യേക ഓർഡിനറി ബില്ലുകൾ, അസാധാരണമായിട്ടുള്ള വല്ല ബില്ലുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ജോയിന്റ് സെഷൻസ് വരിക. ചില ബില്ലുകൾ പാസ്സാകാതെയൊക്കെ വരുമ്പോൾ ഒക്കെ ഇത്തരത്തിൽ ജോയിന്റ് സെഷൻസ് വരും. ഈ ജോയിന്റ് സെഷൻസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പ്രസിഡന്റ് ആണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് വരുന്നത്. പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോയിന്റ് സെഷനുകൾ
രണ്ട് സഭകളോട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുക. ഇങ്ങനെ ജോയിന്റ് സെഷൻ വരുമ്പോൾ അവിടെ സ്പീക്കർ ആയിരിക്കും പ്രിസൈഡിങ് ഓഫീസർ. അവിടുത്തെ അധ്യക്ഷ സ്ഥാനം ആർക്കായിരിക്കും? സ്പീക്കർ ആയിരിക്കും. ലോകസഭ സ്പീക്കർക്കായിരിക്കും അധ്യക്ഷ സ്ഥാനം ലഭിക്കുക. ഇനി ജോയിന്റ് സെക്ഷനിൽ വരാത്ത അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗിൽ വരാത്ത ഒരു ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്നത്. മണി ബിൽ ലോകസഭയിൽ മാത്രമേ കൊണ്ടുവരാനും പാസ്സാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ ജോയിന്റ് സിറ്റിംഗിൽ വരാത്തൊരു ബില്ല് ഏതാണ്? മണി ബില്ലാണ്. മണി ബില്ല് ലോകസഭയിലാണ് കൊണ്ടുവരാനും സാധിക്കുള്ളൂ. ലോകസഭ മാത്രമേ അത് പാസ്സാക്കാനുള്ള അധികാരവും ഉള്ളൂ. അപ്പൊ അതാണ് മണി ബില്ലിന്റെ പ്രത്യേകത. ബാക്കി പല ബില്ലുകളും ഈ ജോയിന്റ് സിറ്റിംഗിൽ വരാം. അത് വെച്ചാൽ അപൂർവങ്ങളായിട്ടാണ് അങ്ങനെ കൊണ്ടുവരാറുള്ളൂ. ഇനി പാർലമെന്റ് അംഗങ്ങൾക്ക്, ഒരു പാർലമെന്റ് അംഗത്തിന് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ആ പ്രിവിലേജസിനെ കുറിച്ച് ആർട്ടിക്കിൾ 105 മുതൽ ആർട്ടിക്കിൾ 194 വരെയൊക്കെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 105ലും ആർട്ടിക്കിൾ 194ലും ഇത്തരം സ്പെഷ്യൽ പ്രിവിലേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രിവിലേജസിനെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് കണക്കാക്കാം. പ്രിവിലേജസ് എൻജോയ്ഡ് ഇൻഡിവിജ്വലി ബൈ ദി മെമ്പേഴ്സ്. രണ്ടാമത്തത് പ്രിവിലേജസ് ഷെയർഡ് ബൈ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്താണ് ഇൻഡിവിജ്വൽ പ്രിവിലേജസ്? ഒരു പാർലമെന്റ് മെമ്പർ അനുഭവിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഫ്രീഡം ഫ്രം അറസ്റ്റ്, രണ്ടാമത്തത് ഫ്രീഡം ഓഫ് സ്പീച്ച്, മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ ഫ്രം ലീഗൽ പ്രൊസീഡിങ്സ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു പാർലമെന്റ് അംഗം അനുഭവിക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രിവിലേജ് എന്ന് പറയുന്നത്. ഫ്രീഡം ഫ്രം അറസ്റ്റ് എന്ന് പറഞ്ഞാൽ സിവിൽ കേസസിൽ അത്ര പെട്ടെന്ന് വരാന് പാർലമെന്റ് അംഗത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് പാർലമെന്റിന്റെ ഒരു സെഷൻ തുടങ്ങാൻ ഒരു 40 ദിവസം മുൻപ് അറസ്റ്റ് ചെയ്യാൻ പറ്റും. 40 ദിവസം ഗ്യാപ്പുകളിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സെഷൻ കഴിഞ്ഞിട്ട് 40 ദിവസം ഗ്യാപ്പിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു സെഷൻ തുടങ്ങുന്നതിന്റെ 40 ദിവസം ഗ്യാപ്പിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു ഫ്രീഡം ഫ്രം അറസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ക്രിമിനൽ കേസ് ആണെങ്കിൽ ഇത് ബാധകമല്ലതാനും. ഇനി അടുത്ത ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്, ഒരു പാർലമെന്റ് അംഗത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് വിത്തൗട്ട് ഫിയർ, ഒരു നിയമ നടപടിയെ പേടിക്കാതെ എവിടെയും പറയാനുള്ള അധികാരമുണ്ട്. വിത്തൗട്ട് ഫിയർ ഓഫ് ലീഗൽ കോൺസിക്വൻസസ് അയാൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടായിരിക്കും. നിയമ നടപടിയെ പേടിക്കാതെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അതൊരു പാർലമെന്റ് മെമ്പർക്ക് കിട്ടുന്ന പ്രിവിലേജ് ആണ്. അടുത്തത് പ്രൊട്ടക്ഷൻ ഫ്രം ലീഗൽ പ്രൊസീഡിങ്സ്. നിയമപരമായിട്ട് ഒരുപാട് പ്രൊട്ടക്ഷൻ, സാധാരണ ലഭിക്കുന്നതിലും കൂടുതൽ പ്രൊട്ടക്ഷൻസ് ലഭിക്കുന്നുണ്ട്. അതും ഇവരുടെ ഒരു പ്രിവിലേജ് ആണ്. അപ്പൊ ഈ 3 പ്രിവിലേജസ് ആണ് ഒരു പാർലമെന്റ് അംഗത്തിന് ലഭിക്കുന്നത്. ദെൻ ഒരു പാർലമെന്റിന് ഉള്ള ചില അധികാരങ്ങൾ, ചില പവേഴ്സ്, പാർലമെന്റ് പൊസസ് ചെയ്യുന്ന ചില പവേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത് പറയുന്നതായിട്ട് ഇറ്റ് ക്യാൻ എക്സ്പെൽ ഇൻഡിവിജ്വൽ ഫ്രം ദി ഗാലറീസ്. അതായത് വ്യക്തികളെ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ രീതിയിൽ ഒരു അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു പേഴ്സൺ ഒരു ഹൗസിൽ ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അവിടെ ഇരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇരിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ദെൻ പാർലമെന്റിൽ ആസ് അതോറിറ്റി ടു ഗവേൺ ഇറ്റ്സ് ഇന്റേണൽ അഫയേഴ്സ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള ഉള്ളിൽ തന്നെ നടക്കുന്ന പല വിഷയങ്ങളെയും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അവർക്കുണ്ടായിരിക്കും. മൂന്നാമത്തത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിന് കോടതിയുടെ ഇടപെടലിന്റെ കോടതിയുടെ എന്താ പറയുക നിർദ്ദേശങ്ങളുടെ ആവശ്യമില്ല എന്നാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇറ്റ് ഹാസ് ദ പവർ ടു പെനലൈസ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് അൺഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ വയലേറ്റിംഗ് ദ പ്രിവിലേജസ് ഓഫ് ദി ഹൗസ്. ഈ ഹൗസസിന്റെ അന്തസ്സിന് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പേഴ്സ് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള അധികാരവും ഈ പാർലമെന്റിന് ഉണ്ടായിരിക്കും. ഈ 3 അധികാരങ്ങളും പാർലമെന്റിന് ആ ഒരു സഭയുടെ മീതെ ഉള്ളിൽ നടത്താൻ സാധിക്കുന്നതാണ്. ഇനി അപ്പൊ ഇത്രയും നമ്മൾ പാർലമെന്റിന്റെ വിവിധങ്ങളായ സെഷൻസും മെമ്പേഴ്സിന്റെ പ്രിവിലേജസും പാർലമെന്റിന്റെ സ്പെഷ്യൽ അതോറിറ്റീസ് ഒക്കെ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സിനെ കുറിച്ച് പറയാം. ഒരു ലെജിസ്ലേച്ചറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. പാർലമെന്റിന്റെ ഒരു പ്രധാന ഘടകമാണല്ലോ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് എന്താണ്? നിയമനിർമ്മാണ സഭയാണ്. നമുക്കറിയാം നിയമം നിർമ്മിക്കാനുള്ള സഭ, അതാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചറിന്റെ പ്രൈമറി എയിം എന്താണ്? പർപ്പസ് എന്താണ്? ക്രിയേറ്റിംഗ് ലോസ് എന്ന് പറയുന്നതാണ്. ഇനി ഒരു നിയമം എങ്ങനെയാണ് വരുന്നത്? ഒരു നിയമം വരുന്നതിന് മുമ്പേ ഒരു ബില്ല് അവതരിപ്പിക്കണം അല്ലെ. ഓടിച്ചെന്നിട്ട് ഒരു നിയമം പാസ്സാക്കല്ലോ, അതൊരു ബില്ല് അവതരിപ്പിക്കണം. ആ ബില്ലിനെ നമുക്ക് പ്രൈവറ്റ് ബില്ലെന്നും പബ്ലിക് ബില്ലെന്നും രണ്ടാക്കി തരംതിരിക്കാം. ദർ ആർ 2 types of bills,
പബ്ലിക് ബിൽ ആൻഡ് പ്രൈവറ്റ് ബിൽ. പ്രൈവറ്റ് ബിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് മെമ്പറിന്റെ ഇതിൽ കൊണ്ടുവരുന്നതാണ് പ്രൈവറ്റ് ബില്ല്. പബ്ലിക് ബിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മൊത്താകെ കൊണ്ടുവരുന്ന ബില്ലിനെയാണ് ഗവൺമെന്റ് ബിൽ പബ്ലിക് ബിൽ എന്ന് പറയുന്നത്. പ്രൈവറ്റ് ബില്ല് ഒരു പാർലമെന്റിലെ ഏതൊരു മെമ്പർക്കും കൊണ്ടുവരാം. എനി മെമ്പർ ഓഫ് പാർലമെന്റ് ആ ഒരു ബില്ല് കൊണ്ടുവരാൻ പറ്റും. മിനിസ്റ്റർ തന്നെ ആയിരിക്കാമെന്ന് യാതൊരു വിധം, മന്ത്രി അല്ലാതെ ഒരു സാധാരണ മെമ്പർക്കും എന്ത് കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്? ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. ഇനി അതേസമയം പബ്ലിക് ബില്ല് എന്ന് പറഞ്ഞാൽ അത് ആരാണ് കൊണ്ടുവരിക? പബ്ലിക് ബില്ല് കൊണ്ടുവരുന്നത് മിനിസ്റ്റർ ആയിരിക്കും. പബ്ലിക് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മിനിസ്റ്റർ ആയിരിക്കും. അപ്പൊ പ്രൈവറ്റ് ബില്ല് ആ സഭയിലെ ഏതൊരു മെമ്പറിനും കൊണ്ടുവരാമെങ്കിൽ പബ്ലിക് ബില്ല് കൊണ്ടുവരുന്നത് മിനിസ്റ്റർ ആയിരിക്കും. ഇനി മണി ബിൽസിന്റെ കാര്യത്തില് അതൊരു ഫിനാൻഷ്യൽ മാറ്റർ. മണി ബിൽ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാറ്റർ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അത് എവിടെയാണ് കൊണ്ടുവരിക? ലോകസഭയിൽ മാത്രമാണ് കൊണ്ടുവരിക. ലോകസഭ മാത്രമാണ് അത് പാസ്സാക്കി എടുക്കുകയും ചെയ്യുന്നത്. മണി ബില്ല് ലോകസഭയിൽ മാത്രമാണ് കൊണ്ടുവരിക. പക്ഷെ മറ്റ് ബില്ലുകൾ, പ്രൈവറ്റ് ബില്ലും പബ്ലിക് ബില്ലും ഏതർ ദി ഹൗസ് ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു ഹൗസിൽ കൊണ്ടുവന്നത്, ഈവൻ ലോകസഭ ഓർ രാജ്യസഭയിലോ, ലോകസഭയിലോ രാജ്യസഭയിലോ കൊണ്ടുവരാൻ സാധിക്കും പബ്ലിക് ബില്ലും പ്രൈവറ്റ് ബില്ലും. ഓക്കെ, പക്ഷെ മണി ബില്ല് ലോകസഭയിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. മറ്റ് ഹൗസിനൊന്നും അതിൽ വലിയ പ്രാധാന്യമില്ല. ഇനി നമ്മൾ പറഞ്ഞു ഒരു ബില്ല് എന്ന് പറയുന്നത് കൊണ്ടുവന്ന് അതെന്താവണം? നിയമമാവണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു 5-way പ്രോസസ് ആയിട്ട് നമുക്ക് പറയാം. 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സ്. എങ്ങനെയാണ് ഒരു ബില്ല് ആക്ട് ആയി മാറുന്നത്? അതിനൊരു 5 സ്റ്റേജസ് പറയാം. ഒന്നാമത്തെ സ്റ്റേജ് ഫസ്റ്റ് റീഡിങ്, രണ്ടാമത്തെ സ്റ്റേജ് സെക്കൻഡ് റീഡിങ്, മൂന്നാമത്തെ സ്റ്റേജ് തേർഡ് റീഡിങ്, ഫോർത്ത് സ്റ്റേജ് ബിൽ ഇൻ ദി സെക്കൻഡ് ഹൗസ്, ഫിഫ്ത്ത് സ്റ്റേജ് അസെന്റ് ഓഫ് ദി പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. ലാസ്റ്റ് 5ാമത്തെ സ്റ്റേജ് ആയിട്ട് പ്രസിഡന്റ് അടുത്തേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു 5 സ്റ്റേജിലൂടെയാണ് ഒരു ബില്ല് കടന്നു പോകുന്നത് ആക്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു മണി ബില്ല് ഒഴികെ ഏത് ബില്ലും 2 ഹൗസസിലും അവതരിപ്പിക്കാം. ഏത് ഹൗസിൽ വേണമെങ്കിലും അവതരിപ്പിക്കാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മൾ ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ ആദ്യം ലോകസഭയുടെ എന്ത് വേണം? ഒരു പാസ്സാക്കൽ വേണം. പിന്നീട് രാജ്യസഭയിലേക്കാണ് പറഞ്ഞയക്കും. രാജ്യസഭയുടെയും അനുവാദം വേണം. ഫുള്ളായിട്ട് രാജ്യസഭ അംഗീകരിക്കണം. അതിനുശേഷം പ്രസിഡന്റ് അടുത്തേക്ക് വരുന്നു. പ്രസിഡന്റ് അംഗീകരിച്ച് ബില്ല് പാസ്സാണ്. അതാണ് സിമ്പിൾ പ്രോസസ് എന്ന് പറയുന്നത്. അത് നമ്മൾ രാജ്യസഭയിലാണ് ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ ആദ്യം രാജ്യസഭ അതിനെ അംഗീകരിക്കണം. പിന്നീട് അത് ലോകസഭയിലേക്ക് വിടുന്നു. ലോകസഭ അത് അംഗീകരിക്കണം. പിന്നീട് പ്രസിഡന്റ് അടുത്തേക്ക് വിടുന്നു. പ്രസിഡന്റ് അത് ഒപ്പുവെക്കുന്നതോടുകൂടെ അത് ആക്ട് ആവുന്നു. അങ്ങനെയാണ് ആ പ്രോസസ്. സിമ്പിൾ വേ ഓഫ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി നമ്മൾ അതിന്റെ ഒരു എന്താ പറയാ, നിയമപരമായിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഫസ്റ്റ് റീഡിംഗ് ആണല്ലോ. ഒന്നാമത്തെ ഘട്ടം ഫസ്റ്റ് റീഡിംഗ് ആണ്. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബില്ല് ഒരു മെമ്പർ അവതരിപ്പിച്ചു, ഒരു ഹൗസിൽ, ഏതെങ്കിലും ഒരു ഹൗസിൽ അവതരിപ്പിച്ചു. ആദ്യം ചെയ്യുക, അതിന് പെർമിഷൻ മേടിക്കും. ആ ബില്ല് അവതരിപ്പിക്കാനുള്ള പെർമിഷൻ മേടിക്കുന്നു. പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബില്ല് അതിന്റെ ടൈറ്റിൽ വായിക്കുന്നു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് വായിക്കുന്നു. ആദ്യം ടൈറ്റിലും ഒബ്ജക്റ്റീവ്സും വായിച്ചിട്ട് അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ, ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നു. അതാണ് അതിന്റെ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ യാതൊരുവിധ ചർച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു ബില്ല് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അവതരിപ്പിക്കുന്നു വെച്ചാൽ ജസ്റ്റ് അതിന്റെ ടൈറ്റിൽ വായിക്കുന്നു, ഒബ്ജക്റ്റീവ്സും വായിക്കുന്നു, ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. അതതിന്റെ ഫസ്റ്റ് റീഡിങ്. ദെൻ അടുത്ത സ്റ്റേജ് ആണ് സെക്കൻഡ് റീഡിങ്. സെക്കൻഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റേജിലാണ് ഈ ബില്ലിനെ എക്സാമിൻ ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കും. എക്സാമിനേഷൻ ഓഫ് ദി ബിൽ നടക്കുന്നത് ഇവിടെയാണ്. ഇതിന് ഭയങ്കര ജനറൽ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിക്കുന്ന സംഭവമാണ് സെക്കൻഡ് റീഡിങ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് റീഡിങ്ങിനെ തന്നെ നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് തരഞ്ഞിരിക്കും. സെക്കൻഡ് റീഡിങ് എങ്ങനെയുണ്ട്? 3 സ്റ്റേജസ് ഉണ്ട്. സെക്കൻഡ് റീഡിങ്ങിലെ 3 സ്റ്റേജസ് ആണ് ജനറൽ ഡിസ്കഷൻ, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്. അങ്ങനെ 3 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് ജനറൽ ഡിസ്കഷൻ സ്റ്റേജ്. എങ്ങനെയാണ്? ജനറൽ ഡിസ്കഷൻ സ്റ്റേജിൽ ഈ ഒരു ബില്ലിന്റെ പ്രിന്റഡ് കോപ്പീസ് ആ സഭയിലെ എല്ലാ അംഗങ്ങളുടെ കൈകളിലേക്കും എത്തിക്കും. പ്രിന്റഡ് കോപ്പീസ് ഓഫ് ദി ബിൽ എല്ലാ അംഗങ്ങളുടെ കയ്യിലേക്കും എത്തിക്കും. എന്നിട്ട് അത് ആ സഭയിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഡിസ്കസ് ചെയ്ത് അതിന്റെ വിവിധ വശങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യലാണ് ജനറൽ ഡിസ്കഷൻ സ്റ്റേജിൽ വരുന്നത്. മനസ്സിലായില്ലേ? അടുത്തതാണ് കമ്മിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. കമ്മിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബില്ലിനെ വളരെ സൂക്ഷ്മമായിട്ട് സ്ക്രൂട്ടനി ചെയ്യുകയാണ്. അതിന്റെ പോരായ്മകളും അങ്ങനെ എല്ലാം വിശദമായിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് കമ്മിറ്റി സ്റ്റേജിൽ വരുന്നത്. സ്ക്രൂട്ടനി ചെയ്തുകൊണ്ട് പഠിക്കും. ഓരോ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്റ്റേജിൽ
പഠിക്കുന്നു. അത് പഠിച്ചതിന് ശേഷം ഇതിന് എന്തെങ്കിലും അമെൻമെന്റ് വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോസ് തെറ്റാണോ, ഏതെങ്കിലും ക്ലോസ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ സ്ട്രക്ചറിന് എതിരാണോ, അങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഒന്നെങ്കിൽ അത് പാസ്സാക്കും, അല്ലെങ്കിൽ അത് ഹൗസിലേക്ക് തന്നെ തിരിച്ചയക്കും. അങ്ങനെ ഓരോ ഘട്ടം കൃത്യമായി പഠിച്ചിട്ട് അതിനെ വെക്കുന്ന സ്റ്റേജാണ് കമ്മിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് റിപ്പോർട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലോസും ഡിസ്കസ് ചെയ്തിട്ട് ഓരോ വ്യക്തികളും അതിനെ ഇൻഡിവിജ്വൽ ആയിട്ട് വോട്ട് ചെയ്യും. ഇൻഡിവിജ്വൽ ആയിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് റിപ്പോർട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് ക്ലോസ് ഈസ് ഡിസ്കസ്ഡ് ആൻഡ് വോട്ട് അപ്പോൺ ഇൻഡിവിജ്വലി. അപ്പൊ ഇതാണ് അവിടെ നടക്കുന്നത്. ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറഞ്ഞ് അതിന് വോട്ടെടുത്ത് അംഗീകരിക്കുകയോ പിന്തള്ളുകയോ എന്താണെന്ന് ചെയ്യുന്നു. അപ്പൊ ഇത്രയുമാണ് സെക്കൻഡ് റീഡിങ്ങിലെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ്, തേർഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇതാണ് നമ്മൾ ബില്ല് അവതരിപ്പിച്ച സഭയുടെ അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് തേർഡ് റീഡിംഗ് ആണ്. അപ്പൊ നമ്മൾ ഏത് സഭയിലാണോ ബില്ല് അവതരിപ്പിച്ച്, ഏത് ഹൗസിലാണോ ബില്ല് അവതരിപ്പിച്ച് ആ ഹൗസിൽ നടക്കുന്ന ഫൈനൽ സ്റ്റേജ് തേർഡ് റീഡിംഗ് ആണ്. ഇത് ഈ തേർഡ് റീഡിങ്ങിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നു? ഒന്നെങ്കിൽ എല്ലാവർക്കും ഇതിനെ റിജക്ട് ചെയ്യുക, അത് ഈ ബില്ല് റിജക്ട് ചെയ്യപ്പെടുകയാണോ അംഗീകരിക്കപ്പെടുകയാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ തേർഡ് റീഡിങ്ങിലാണ്. അപ്പോൾ റിജക്ഷനും അതേപോലെ ആക്സെപ്റ്റൻസ് അംഗീകരിക്കാനുമുള്ള അധികാരം തേർഡ് റീഡിങ്ങിൽ നടക്കുന്നു. അപ്പോൾ ഈ ആദ്യത്തെ 3 സ്റ്റേജ്, ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്, ഈ 3 റീഡിങ്ങുമാണ് ഈ ബില്ല് അവതരിപ്പിച്ച സഭയിൽ വെച്ച് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സപ്പോസ് ആ തേർഡ് റീഡിംഗ് കൂടെ കഴിഞ്ഞ് ആ ബില്ല് എന്ത് ചെയ്യാണ്, അംഗീകരിച്ചു എന്ന് വിചാരിക്കുക. ആ സഭ അത് അംഗീകരിച്ചു. പിന്നെയാണ് നമ്മൾ 4ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നത്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത സഭയിലേക്ക് കൈമാറുക. ബിൽ ഇൻ ദി സെക്കൻഡ് ഹൗസ്. അപ്പോൾ ആദ്യത്തെ സഭ 3 സ്റ്റേജിലൂടെ കടന്നുപോയി, അത് അംഗീകരിച്ചു. 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അടുത്ത ഹൗസിലേക്ക് കൊടുക്കലാണ്. ഈ അടുത്ത ഹൗസിലേക്ക് കൈമാറി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? ആ ഹൗസ് ഈ മേൽ പറഞ്ഞ അതേ പ്രോസസ്സിലൂടെ തന്നെ ഈ സെക്കൻഡ് ഹൗസും ഈ ബില്ലിനെ അംഗീകരിക്കണം. ഓക്കെ, അപ്പോൾ 4ാമത്തെ സ്റ്റേജിൽ എന്താ നടക്കുന്നത്? സെക്കൻഡ് ഹൗസിലും സെയിം പ്രോസസ്സിലൂടെ എന്ത് ചെയ്യണം? ആ ബില്ലിനെ ആരംഗീകരിക്കണം? ആ സഭയിൽ എല്ലാവരും അംഗീകരിക്കണം. അപ്പം ഇനി സെക്കൻഡ് ഹൗസ് എന്തൊക്കെ ചെയ്യുന്നു? സെക്കൻഡ് ഹൗസിന് പാസ് ദ ബിൽ ആസ് സെൻഡ് ബൈ ദ ഫസ്റ്റ് ഹൗസ് വിത്തൗട്ട് എനി. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നു, ഒന്നെങ്കിൽ ആ ബില്ല് അയച്ചു തന്ന അതേ രീതിയിൽ തന്നെ അതിനെ പാസ്സാക്കാം. അപ്പൊ ലോകസഭ എന്ന് പറഞ്ഞൊരു ബില്ല് രാജ്യസഭയ്ക്ക് വിടുമ്പോൾ അപ്പൊ ഫസ്റ്റ് ഹൗസ് എങ്ങനെയാണോ ആ ബില്ലിനെ കൊണ്ടുവന്നത്, എങ്ങനെയാണോ ബില്ലിന്റെ രൂപരേഖ, അതിന് അതേപോലെ വേണമെങ്കിൽ അംഗീകരിക്കാം. അല്ലെങ്കിൽ അല്ലാതെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പാസ് ദ ബിൽ വിത്ത് അമെൻഡ്മെന്റ്സ് ആൻഡ് സെൻഡ് ബാക്ക് ടു ദ ഫസ്റ്റ് ഹൗസ് ഫോർ ഇറ്റ്സ് റീകൺസിഡറേഷൻ. എന്താ പറയുന്നത്? ആ ബില്ലില് എന്തെങ്കിലും ചെറിയ റെക്കമെൻഡേഷൻസ്, സജഷൻസ് നൽകിയിട്ട് ഇന്ന പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യണം, ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ആദ്യത്തെ സഭയിലേക്ക് തന്നെ അയക്കാം. ഫോർ റീകൺസിഡറേഷൻ, പുനർചിന്തിക്കാനായിട്ട്, ഒന്നുകൂടെ ചിന്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് തിരിച്ചയക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിജക്ട് ദ ബിൽ കംപ്ലീറ്റ്ലി. ഇതൊന്നും നോക്കാതെ കണ്ണും പൂട്ടി ആദ്യത്തെ സഭ കൊണ്ടുവന്നതിനെ റിജക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സഭയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്യാം. അടുത്തൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ടേക്ക് എനി ആക്ഷൻ ആൻഡ് ദസ് കീപ് ദ ബിൽ പെൻഡിങ്. ഒന്നും ചെയ്യാതെ ബില്ലിനെ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ 4 കാര്യങ്ങളാണ് സെക്കൻഡ് ഹൗസിന് ചെയ്യാൻ സാധിക്കുക. ഒന്നെങ്കിൽ ബില്ലിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ബില്ലിന് ചില ഭേദഗതികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുനർചിന്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സഭയിലേക്ക് തന്നെ അയക്കാം. അല്ലെങ്കിൽ ബില്ലിനെ പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാതെ വിത്തൗട്ട് എനി ആക്ഷൻ, നോ ആക്ഷൻ, അത് അങ്ങനെ കൈകളിലേക്ക് വെച്ചിരിക്കാം. അപ്പൊ ഇങ്ങനെ ഈ 4 സ്റ്റേജസ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. ഇതിൽ അവസാനം പറഞ്ഞ കാര്യം, ഒരു ആക്ഷനും എടുക്കാതെ അത് കൈകളിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രസിഡന്റിന്റെ ഒരു റോള് വരുന്നത്. അപ്പൊ സെക്കൻഡ് ഹൗസ് ഈ ബില്ലിനെ തള്ളിക്കളയുന്നില്ല, ഒരു ആക്ഷനും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുകയാണെങ്കിൽ, പൂർണ്ണമായിട്ടും ഡിസ്കാർഡ് ചെയ്യുകയാണെങ്കിലും ആ ബില്ല് ആക്ട് ആവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ സെക്കൻഡ് ഹൗസ് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയാണ് ആ ബില്ലിന് നേരെ എടുക്കുന്നതെങ്കിൽ ഒരു 6 മാസത്തോളം കാത്തു നിൽക്കും. 6 മാസത്തോളമായിട്ടും ഒരു ആക്ഷനും സെക്കൻഡ് ഹൗസിൽ നിന്ന് ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരു ഡെഡ് ലോക്ക് വരും. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹൗസസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സിറ്റിംഗ് നടത്തിക്കൊണ്ട് തീരുമാനമെടുക്കാം. അപ്പൊ അവിടെ എന്താണ്? ജോയിന്റ് സിറ്റിംഗ് ഓഫ് 2 ഹൗസസ് വരികയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റിന്റെ റോള് വരും.
പ്രസിഡന്റ് വിളിക്കും, രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് തീരുമാനം എടുക്കാന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സെക്കൻഡ് ഹൗസിൽ നടക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഹൗസ് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസത്തോളം കാത്തിരുന്നിട്ട് ഒരു നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ അവിടെ ഒരു ഡെഡ് ലോക്ക് വരികയും 2 ഹൗസസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുമിച്ചൊരു ഒരു ജോയിന്റ് സിറ്റിംഗ് വരികയും തീരുമാനമെടുക്കാം എന്നുള്ള രീതി വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് ഹൗസിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹൗസിലെ പ്രോസസ്സും കഴിഞ്ഞു, സെക്കൻഡ് ഹൗസിൽ എത്തുമ്പോൾ 4ാമത്തെ സ്റ്റേജ് എത്തി അല്ലെ. ഇതും കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ സപ്പോസ് സെക്കൻഡ് ഹൗസും അങ്ങനെ ആ ബില്ല് പാസ്സാക്കി. പിന്നെയാണ് 5ാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നത്. എന്താണ് 5ാമത്തെ സ്റ്റേജ്? പ്രസിഡന്റ്, റോൾ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏത് നിയമമായിട്ട് നിലവിൽ വരുന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടിയായിരിക്കും. അപ്പോൾ ഒരു ബില്ല് ആക്ട് ആവാൻ ഫൈനലായിട്ട് ആര് വേണം? പ്രസിഡന്റ് ഒപ്പ് വെക്കുമ്പോൾ മാത്രമേ അത് ആക്ട് ആവുകയുള്ളൂ. അതുവരെ അതൊരു ബില്ല് മാത്രമാണ്, ഒരു കരട് രേഖ മാത്രമാണ്. അത് ആക്ട് ആവുമ്പോൾ പ്രസിഡന്റ് ഒപ്പ് വെച്ചിട്ടുണ്ടാകും. അപ്പൊ 5ാമത്തെ സ്റ്റേജ് ആണ് പ്രസിഡന്റ് ഒപ്പ് വെക്കുക എന്നുള്ളത്. അപ്പൊ 2 ഹൗസും പാസ്സാക്കിയ ഒരു ബില്ല് ആരുടെ അടുത്തേക്ക് വരികയാണ്? പ്രസിഡന്റ് അടുത്തേക്ക് വരികയാണ്. ഇനി പ്രസിഡന്റ് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? 1, ഗീവ് അസെന്റ് ടു ദി ബിൽ. ആ ബില്ലിനെ അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ച് ആക്ട് ആക്കാം, 1ാമത്തെ കാര്യം ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് അസെന്റ് ടു ദി ബിൽ. പ്രസിഡന്റിന് ആ ബില്ല് റെഫ്യൂസ് ചെയ്യാനും അത് നടപ്പിലാക്കണ്ട എന്ന് പറയാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി ഇത്തരത്തിൽ ഒരു ബില്ല് തിരിച്ച് അയക്കുകയാണെങ്കിൽ, പ്രസിഡന്റിന് അങ്ങനെ തിരിച്ച് അയക്കുകയാണെങ്കിൽ അതിനാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. പ്രസിഡന്റിന്റെ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയും. അങ്ങനെ തിരിച്ചയച്ചാലും അതിനൊരു കാലാവധി ഉണ്ട്, ഒരു ലിമിറ്റഡ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് പിന്നെയും പുനർചിന്തിക്കാനുള്ള അവസരം പ്രസിഡന്റിന് വരും. കാരണം ഇത് തിരിച്ച് സഭയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ ലോക്സഭയ്ക്കോ രാജ്യസഭയ്ക്കോ സഭകൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താം, അല്ലെങ്കിൽ അത് അതേപോലെ പ്രസിഡന്റിലേക്ക് ഒരു മാറ്റം വരുത്താതെ തിരിച്ച് പ്രസിഡന്റിലേക്ക് തന്നെ അയക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള അധികാരത്തിന്റെ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ 3 ഘട്ടം പ്രസിഡന്റ് ഇതിലൂടെ കടന്നുപോകും. അങ്ങനെ ഫൈനലായിട്ട് പ്രസിഡന്റ് ഒപ്പുവെക്കുകയാണെങ്കിൽ ആ ബില്ല് എന്താവും? ആക്ട് ആയിട്ട് മാറും. അപ്പൊ ഈ 5 സ്റ്റേജ് പ്രോസസ്സിലൂടെയാണ് ഒരു പാർലമെന്റ് സംവിധാനം നടന്നു പോകുന്നത്. ഒരു ലെജിസ്ലേറ്റീവ് സംവിധാനം നടന്നു പോകും. ഒരു ലോ മേക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മളൊരു 5 സ്റ്റേജ് പഠിച്ചിട്ടുണ്ട് കേട്ടോ ലോ മേക്കിങ്ങിന്റെ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ മണി ബില്ലിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞു. മണി ബില്ലിന് ഈ ഒരു പ്രൊസീജിയറും ഇല്ല. ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വേണ്ട, പ്രസിഡന്റിന് ഇൻട്രൊഡക്ഷൻ വേണ്ട, ഒന്നും വേണ്ട. ലോകസഭയിൽ അവതരിപ്പിച്ച് ലോകസഭയിൽ തന്നെ അംഗീകാരം നേടുന്ന ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലെജിസ്ലേച്ചറിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ നടക്കുന്ന ഒരു പാർലമെന്റ് സംവിധാനത്തിൽ നടക്കുന്ന ചില പ്രൊസീഡിങ്സ് നോക്കാം. നമ്മൾ ഓരോ സെഷൻസ് കൂടുന്നു പറഞ്ഞല്ലേ, ഹൗസസ് അസംബിൾ ചെയ്യുന്നത്, കൂടിച്ചേരുന്നതിനെ പറ്റി പറഞ്ഞു. ഇതിൽ തന്നെ ഓരോരോ ഹവറുകളുണ്ട്. ക്വസ്റ്റ്യൻ ഹവർ, 0 ഹവർ, കോളിംഗ് അറ്റൻഷൻ മോഷൻ, നോ കോൺഫിഡൻസ് മോഷൻ, അഡ്ജൺമെന്റ് മോഷൻ, ഹാഫ് ആൻ അവർ ഡിസ്കഷൻ, അങ്ങനെ ഒരുപാട് സെഷനുകൾ ഇതിൽ ഒരു സഭ കൂടിക്കഴിഞ്ഞാൽ നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ നമുക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യൻ ഹവർ ആണ്. ക്വസ്റ്റ്യൻ ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നടക്കുന്ന സെഷനാണ് ഫസ്റ്റ് ഹവർ എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ ഹവർ എന്ന് പറയുന്നത്. അല്ല, എല്ലാ പാർലമെന്റിന്റെയും സെഷനിലെയും ആദ്യത്തെ ഹവർ എന്ന് പറയുന്നത് ഇതുപോലെ ക്വസ്റ്റ്യൻ ഹവർ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഹവറിൽ എന്ന് വെച്ചാൽ എന്താണ്? ആ സഭയിലെ ഒരു അംഗത്തിന് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ബന്ധപ്പെട്ട വകുപ്പിലുള്ള മിനിസ്റ്റേഴ്സ് അതിന് ഉത്തരം നൽകണം. അതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ബന്ധപ്പെട്ട വകുപ്പ് അതിന് മറുപടി പറയുന്നു. അതാണ് ക്വസ്റ്റ്യൻ അവറിൽ നടക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസിനെ തന്നെ 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട്? 3 കാറ്റഗറി ഉണ്ട്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ സഭയൊക്കെ കൂടുന്ന സമയത്ത് കേൾക്കാം അല്ലെ, പ്രത്യേക നക്ഷത്ര ചിഹ്നം ഇട്ട ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അങ്ങനത്തെ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും. അതാണ് സ്റ്റാർഡ്, അൺസ്റ്റാർഡ്, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുന്നു, അത് ഓറലി തന്നെ റെസ്പോണ്ട് ചെയ്താൽ മതി. ഇപ്പൊ ഏത് ബന്ധപ്പെട്ട വകുപ്പിനോടാണ് ചോദ്യം ചോദിച്ചാൽ അതിന്റെ മന്ത്രി ഓറലി തന്നെ അതിന് വേണ്ട ആൻസർ കൊടുക്കുകയാണെങ്കിൽ അതിനെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ആ ക്വസ്റ്റ്യൻസിന്റെ മീതെ പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും മന്ത്രി മറുപടി കൊടുക്കേണ്ടത്. അപ്പൊ ചോദ്യം, അതിന്റെ മീതെ പിന്നെയും ചോദ്യം, അങ്ങനെ പോകുന്നൊരു രീതിയാണ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കുക. ഗ്രീൻ കളറിലായിരിക്കും അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസ് ഗ്രീൻ കളറിലായിരിക്കും പ്രിന്റ് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചോദ്യങ്ങൾക്ക് റിട്ടൺ ആയിട്ടായിരിക്കും ആൻസർ നൽകുക. അതിന്
റിട്ടേൺ ഒരു എഴുതി വെക്കപ്പെട്ട ഡോക്യുമെന്റിലൂടെ റിട്ടേൺ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കൊടുക്കുക. ഇതിന്റെ മീതെ ഈ ഒരു അൺസ്റ്റാർഡ് ക്വസ്റ്റ്യന്റെ മീതെ പിന്നീട് ഒരു ചോദ്യം ചെയ്യലില്ല. ഒരു ചോദ്യം ചോദിച്ചു, അതിനുള്ള ഉത്തരം എഴുത്തിലൂടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചോദ്യം ചെയ്യൽ അവിടെ ഇല്ല. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വൈറ്റ് കളറിലായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക, വൈറ്റ് കളറിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ഇതാണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കൊടുത്തിരിക്കും. ഒരു 10 ദിവസം മിനിമം ഗ്യാപ്പിലായിരിക്കും ആ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവും. ഇതിന് ഓറലി തന്നെ റിപ്ലൈ ചെയ്യുകയും വേണം. അപ്പോൾ നേരത്തെ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ട് അതിന് ഓറലി റിപ്ലൈ ചെയ്യുന്നതാണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് ലൈറ്റ് പിങ്ക് കളറിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതൊരു പബ്ലിക് ഇമ്പോർട്ടൻസ്, ജനതാല്പര്യാർത്ഥമൊക്കെ വരുന്ന അല്ലെങ്കിൽ അത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്ന വിഷയങ്ങളാണ് ഇത്തരത്തിൽ ചോദിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻസ് സ്റ്റാർഡ് ഉണ്ട്, അൺസ്റ്റാർഡ് ഉണ്ട്, ദെൻ എന്തുണ്ട്, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നും ഓരോ ഘട്ടമായിട്ടാണ്, ഓരോ രീതിയിലാണ് അവതരിപ്പിക്കുക. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ അവർ എന്ന് പറഞ്ഞത്. അപ്പോൾ സഭ ചേർന്നിട്ട് ആദ്യം നടക്കുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ അവർ ആയിരിക്കും. അടുത്തത് 0 ഹവർ ആണ്. 0 ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 മണിയോട് കൂടിയിട്ടാണ് 0 ഹവർ സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ അവറിന് ശേഷം ക്വസ്റ്റ്യൻ അവറിന് ഫോളോ ചെയ്തിട്ട് വരുന്നതാണ് 0 ഹവർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ അവറിന് ഫോളോ ചെയ്തിട്ട് 0 ഹവർ തുടങ്ങും. 0 ഹവർ എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർവെൽ ആണ്. ക്വസ്റ്റ്യൻ ഹവറിന്റെയും അടുത്ത ഷെഡ്യൂൾഡ് ആയിട്ടുള്ള അജണ്ട തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഗ്യാപ്പ് 30 മിനിറ്റ്സ് ആണ് അതിൻ്റെ ഒരു ഗ്യാപ്പ്. 0 ഹവർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ആയിരിക്കും അലോട്ട് ചെയ്യുന്നത്. അതിനെയാണ് 0 ഹവർ എന്ന് പറയുന്നത്. ഒരു ഇന്റർവെൽ ആണ്, ഇന്റർവെൽ ബിറ്റ്വീൻ ദി ക്വസ്റ്റ്യൻ ഹവർ ആൻഡ് ദി ഷെഡ്യൂൾഡ് അജണ്ട ഓഫ് ദി ഡേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഹവർ കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് ഗ്യാപ്പ് എടുക്കുന്നു, അതിന് 0 ഹവർ എന്ന് പറയുന്നു. പിന്നീട് ആ പാർലമെന്റ് ആ സഭ ചേർന്നതിന്റെ പ്രത്യേക എന്താണ് അതിന്റെ അജണ്ട അത് ചർച്ച ചെയ്യുന്നു. അപ്പൊ ആ ഒരു 30 മിനിറ്റ്സ് ഇന്റർവെല്ലിനെ നമ്മൾ 0 ഹവർ എന്ന് പറയുന്നു. ഈ 0 ഹവറിൽ എന്താ നടക്കുന്നത്? ഈ 0 ഹവറിലും ഒരുപാട് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, ചില പ്രഖ്യാപനങ്ങൾ, ചില കൺസേൺസ്, ചില വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ചില ഇന്ന രീതിയിൽ കൺസേണുകളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. ഗവൺമെന്റിന്റെ പോളിസീസ് ആയിരിക്കട്ടെ, ഗവേണൻസിനെ പറ്റിയിട്ടൊക്കെ ചില സംശയങ്ങൾ അല്ലെങ്കിൽ ആശങ്കകളൊക്കെ പറയാനുള്ള സമയം കൂടിയാണ് 0 ഹവർ എന്ന് പറയുന്നത്. വെറുതെ ഇരിക്കുന്ന ഒരു സമയമല്ല 0 ഹവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലാണ് 0 ഹവർ കടന്നു പോവുക. ഇനി അടുത്തൊരു ഇതിന്റെ ഒരു ഇതാണ് കോളിംഗ് അറ്റൻഷൻ മോഷൻ എന്ന് പറയുന്നത്. കോളിംഗ് അറ്റൻഷൻ മോഷൻ, അതായത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി, ശ്രദ്ധ തിരിക്കുക എന്നുള്ള പ്രത്യേക പരിഗണനയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ആക്ഷൻ, ഒരു പെട്ടെന്നൊരു പബ്ലിക് ഒരു പൊതു താല്പര്യാർത്ഥ ഒരു സാധനം എടുക്കണം, ഒരു ഇമ്പോർട്ടൻസോട് കൂടുതൽ വിഷയം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ആ ബന്ധപ്പെട്ട വകുപ്പിലെ മിനിസ്റ്ററോട് കാര്യങ്ങൾ ചോദിക്കുകയും ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാൻ പറയുകയും ചെയ്യുന്നതിനെയാണ് കോളിംഗ് അറ്റൻഷൻ മോഷൻ എന്ന് പറയുന്നത്. To enable a member of parliament to highlight a matter of immediate public importance and request a detailed statement from a minister. മിനിസ്റ്ററോട് ഒരു പൊതു താല്പര്യം, നമ്മുടെ റോഡിനെ സംബന്ധിക്കുന്ന വിഷയം. ഇപ്പോൾ റോഡിൽ എന്താണ്, റോഡിൽ കുഴികളുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം, പ്രത്യേക റോഡ് ആക്സിഡന്റ് നടന്നു, അതിനെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അത് ആരുടെ അടുത്ത് കൊടുക്കുകയാണ്, ആ ബന്ധപ്പെട്ട എന്താ പറയുക ഗതാഗത മന്ത്രിക്കോ റോഡിന്റെ കാര്യങ്ങൾ നടത്തുന്നവർക്ക് കൊടുത്തുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളിംഗ് അറ്റൻഷൻ മോഷൻ എന്ന് പറയുന്നത്. ഒരു മെമ്പർക്ക് ഒരു സെഷൻ നടക്കുമ്പോൾ ഒരു ഹൗസ് കൂടിയിരിക്കുന്ന ഒരു സെഷനിൽ ഒരു മെമ്പർക്ക് 2 തവണയാണ് കോളിംഗ് അറ്റൻഷൻ മോഷന് സാധിക്കുക. അപ്പോൾ ഒരു മെമ്പർക്ക് ഒരു സഭ ചേർന്ന സമയത്ത് എത്ര വട്ടം കോളിംഗ് അറ്റൻഷൻ മോഷൻ നൽകാം? 2 തവണ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ദെൻ അടുത്തതാണ് നോ കോൺഫറൻസ് മോഷൻ. നോ കോൺഫറൻസ് മോഷൻ അതിനെ കുറച്ചുകൂടെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ എന്താണ്, അവിശ്വാസ പ്രമേയം എന്ന് പറയില്ല, അതാണ് നോ കോൺഫറൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആർട്ടിക്കിൾ 75 പ്രകാരമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സാധനം അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ. ആർട്ടിക്കിൾ 75 പ്രകാരമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക. അതായത് ആ ഭരിക്കുന്ന മിനിസ്ട്രിയിലുള്ള വിശ്വാസം പോയിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രമേയമാണ് അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ നോ കോൺഫറൻസ് മോഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഡ്ജേൺമെന്റ് മോഷൻ. അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പബ്ലിക് പൊതു കാര്യങ്ങളിൽ പെട്ടെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഷയത്തിൽ, അത് പൊതുവായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രത്യേക വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. ഒരു പ്രത്യേക വിഷയം ജനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറയുന്നത്. ഇതിന് 50 പേരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം ഒരു വിഷയം സഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ അടുത്തത് ഹാഫ് ആൻ അവർ ഡിസ്കഷൻ എന്ന് പറയുന്നതാണ്. ഹാഫ് ആൻഡ് അവർ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിന് അല്ലെങ്കിൽ കുറെ കാലമായിട്ട് സമൂഹത്തിൽ പറയപ്പെടുന്ന ഒരു വിഷയത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
ഫാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ, ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ക്ലാരിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു കൊണ്ടുവരുന്ന ഒന്നാണ് ഹാഫ് ആൻ അവർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് ഡിബേറ്റ്സ് ആൻഡ് റിക്വസ്റ്റ് ക്ലാരിഫിക്കേഷൻ ഓൺ ഫാക്ച്വൽ ആസ്പെക്ട്സ്. വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടുന്ന സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹാഫ് ആൻ അവർ ഡിസ്കഷൻ കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ ഹാഫ് ആൻ അവർ ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് ആ ചെയർ പ്രത്യേകം ദിവസങ്ങൾ അനുവദിക്കും. മൺഡേ, വെൻസ്ഡേ, ഫ്രൈഡേ, അങ്ങനെ പ്രത്യേക ദിവസങ്ങൾ അനുവദിച്ചിട്ടാണ് ഹാഫ് ആൻ അവർ ഡിസ്കഷൻ കൊണ്ടുവരിക. അപ്പൊ ഇത്രയാണ് ഒരു സെഷൻ, ഒരു സഭ കൂടിക്കഴിഞ്ഞാൽ പൊതുവിൽ നടക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത്രയും സെഷനൊക്കെ അവിടെ കൂടെ നടന്നു പോകുന്നുണ്ടാവും ഒരു സഭ ചേർന്ന് കഴിഞ്ഞാൽ. ഇനി ഇതിന് പുറമെ നമുക്ക് പാർലമെന്റിലെ മറ്റ് കമ്മിറ്റികളെ കുറിച്ച് പഠിക്കാം. എന്താണ് മറ്റ് കമ്മിറ്റികൾ എന്ന് പറയുന്നത്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, ദെൻ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികളുണ്ട്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്തിനു വേണ്ട? PAC. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി സിംപ്ലി പറഞ്ഞാൽ ടു ഓഡിറ്റ് ദ റവന്യൂ ഓഫ് എക്സ്പെൻഡിച്ചർ. ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ചെയ്യാനും അതിന്റെ റവന്യൂ, അതിന്റെ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഭയാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓഡിറ്റ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ചെയ്യാനുള്ളതാണ്. 1921 ആദ്യം വന്നു. പിന്നീട് അതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കമ്മിറ്റിയിൽ 22 അംഗങ്ങളാണുള്ളത്. 15 മെമ്പേഴ്സ് ലോകസഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നുമാണ് ഉള്ളത്. അതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അടുത്തൊരു കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എക്സാമിൻ ദ ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ് മിനിസ്റ്ററീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഫണ്ട് യൂട്ടിലൈസേഷൻ. ഒരു ഗവൺമെന്റിന്റെ ഓരോ മിനിസ്റ്ററീസിന്റെയും ഫണ്ട് എങ്ങനെയാണ് പോയിട്ടുള്ളതെന്നും അത് എങ്ങനെയാണ് ചെലവാക്കിയിട്ടുള്ളതെന്നും അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നെന്നും, അപ്പോൾ ഓരോ മിനിസ്ട്രീസും ഒരു ഫണ്ട് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അതിന് ഉപയോഗിച്ചിട്ടുണ്ട്, എത്രത്തോളം ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ചെലവാക്കിയിട്ടുണ്ട്, ഉപയോഗവും ചെലവാക്കലും ഓരോ മിനിസ്റ്ററിയും അതിനെക്കുറിച്ച് കണക്കാക്കുന്നതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് എക്സാമിൻ ദ ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ് മിനിസ്റ്ററീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഫണ്ട് യൂട്ടിലൈസേഷൻ. ഇപ്പൊ നമ്മൾ ഇലക്ഷനൊക്കെ ആകുമ്പോൾ സമയത്ത് നമുക്കറിയാം ഓരോ MP-മാരുടെയും എത്ര ഫണ്ട് വന്നിട്ടുണ്ട്, ആ ഫണ്ട് അവർ എത്രമാത്രം ആ സഭയിൽ അവർ ജയിച്ച സ്ഥലം ഉണ്ടാവുമല്ലോ അവിടെ എത്രമാത്രം അത് ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയവയൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടും. കാരണം അത് അറിയാനും പറ്റും. അപ്പോഴാണ് ഓരോ MP-മാരുടെയും നമ്മൾ വിലയിരുത്തുക അവരെന്തുമാത്രം പ്രവർത്തനങ്ങൾ അവരുടെ മണ്ഡലത്തിൽ കാഴ്ചവെച്ചു എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലൂടെയാണ് നമുക്കിത് അറിയാൻ സാധിക്കുന്നത്. അവരാണ് അതിനൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അവർ എന്താ ചെയ്യുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതുവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ സ്ക്രൂട്ടനൈസ് ചെയ്യുകയാണ്, എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. 1964 കൂടിയിട്ടാണ് ഈ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പൊതുവായിട്ടുള്ള പബ്ലിക് പൊതു താല്പര്യാർത്ഥം ഉള്ള കുറെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് വരുന്നത്. കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 1964 കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് നിലവിൽ വരുന്നത്. ഇതിൽ 22 മെമ്പേഴ്സ് ആണുള്ളത്. 15 പേര് ലോകസഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് 3 കമ്മിറ്റികളെ കുറിച്ച്, നമുക്ക് പാർലമെന്റിന്റെ കീഴിൽ വരുന്ന 3 കമ്മിറ്റികളെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ പാർലമെന്റ് എന്ന് പറയുന്ന സിസ്റ്റത്തില് എക്സിക്യൂട്ടീവിന്റെ റോളും പാർലമെന്റിലെ രാജ്യസഭ, ലോകസഭ, പിന്നെ പ്രത്യേക പവേഴ്സ്, ഒരു സഭ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ലെജിസ്ലേറ്റീവിന്റെ വിവിധങ്ങളായിട്ടുള്ള പർപ്പസുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.